നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഹുലിയൻ അൽവാരസ് ടു FC ബാഴ്സലോണ അതൊരു ഡെഡ് ലോക്കിൽ കുടുങ്ങി ഇങ്ങനെ നിൽപ്പാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ വേണമെങ്കിൽ ആഴ്സണലിൽ കൊടുക്കാം, പക്ഷേ ബാഴ്സലോണയ്ക്ക് കൊടുക്കൂല എന്നുള്ള നിലപാടിലാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലും ഇന്ന് കണ്ടു ഒരു കമൻറ്റ്, ഒരു സംശയം, ബാഴ്സ സുവാരസിനെ കൊടുത്തില്ലേ അവർക്ക്, എന്നിട്ട് അവർ ലീഗും അടിച്ച്, എന്നിട്ട് എന്താണ് തിരിച്ചിങ്ങോട്ട് കൊടുക്കാത്തത് ഹുലിയൻ അൽവാരസിന് എന്ന ചോദ്യം. സ്മോൾ ക്ലബ്ബ് മെൻറ്റാലിറ്റി എന്ന് വേറൊരാൾ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, ഇന്ന് രാവിലെ ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ബാഴ്സ പേജ് അല്ലെങ്കിൽ ബാഴ്സയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻ പേജ് എന്ന് പറഞ്ഞാൽ വലുതെന്ന് പറഞ്ഞാൽ 1.5 മില്യൺ ഫോളോവേഴ്സൊക്കെ എക്സിലുള്ള ഒരു പേജാണ്. ആ പേജ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ബാഴ്സലോണ ഗേവ് അത്ലറ്റിക്കോ മാഡ്രിഡ് ലൂയിസ് സുവാരസ് ആൻഡ് ദേ വൺ ലീഗ് വിത്ത് ഹിം. നൗ ബാഴ്സ അപ്രോച്ച് അത്ലറ്റിക്കോ വെൽ ഇൻ അഡ്വാൻസ് ഫോർ ഹുലിയൻ അൽവാരസ്. ദി പ്ലെയർ വാണ്ട്സ് ദി മൂവ് ആൻഡ് അത്ലറ്റിക്കോ refused to let him go. The difference between one serious club and one who is not serious. ഇത് പറഞ്ഞുകൊണ്ട് കമൻറ്റ് പോസ്റ്റ്. അപ്പോൾ ഇത് തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഈ കണ്ട കമൻറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതാണ് പെർഫെക്റ്റായിട്ട് പക്കയായിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ പച്ചക്ക് കണ്ട സാക്ഷ്യം വഹിച്ചൊരു സംഭവമാണല്ലോ സുവാരസ് ബാഴ്സ വിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയത്. അപ്പോൾ ആ ചരിത്രമൊക്കെ നമുക്കറിയാമായിരുന്നിട്ടും അങ്ങനെയല്ല എന്ന് നമ്മളെപ്പോലും തോന്നിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റും വാർത്തയും പടച്ചു വിടുക. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ കണ്ടതല്ലേ അന്ന് എങ്ങനെയാണ് ലൂയിസ് സുവാരസ് ബാഴ്സലോണയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയത്. എന്നാ എടുത്തോ എന്ന് പറഞ്ഞ് ബാഴ്സ അങ്ങ് അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുത്തതാണോ അദ്ദേഹത്തെ? ആണോ? എന്താണെന്ന് അവിടെ സംഭവിച്ചത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാന്നേ. റൊണാൾഡോ കൂമാൻ കോച്ചായിട്ട് എത്തുന്നു ബാഴ്സലോണയ്ക്ക്. ആ പണ്ടത്തെ 8-2 പൊട്ടിത്തകരലൊക്കെ നടന്നിട്ട് കീക്കെ സെറ്റിയൻ ഒഴിവാക്കിയിട്ട് റൊണാൾഡോ കൂമാനെ കോച്ചായിട്ട് വെക്കുന്നു. ബാഴ്സലോണയ്ക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൂമാനോട് ബാഴ്സ ബോർഡ് എന്ന് പറയുന്നത് സുവാരസിനെ ഒഴിവാക്കണം. കൂമാനും അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ സുവാരസ് ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. സുവാരസിനോട് നേരിട്ട് പോയി തന്നെ സംസാരിക്കുന്നു. മെസ്സിയുടെ കട്ടച്ചങ്കായിട്ട് അതാണ് അവസ്ഥ. മെസ്സിയെ പിന്നെ തൊട്ടടുത്ത കൊല്ലം അവർ പറഞ്ഞു വിട്ട രീതി നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ കണ്ടാണല്ലോ. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യണം. അന്ന് ബാറോഫാക്സ് അയക്കുകയും മറ്റൊക്കെ മെസ്സി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഇതൊക്കെ നിങ്ങളെങ്ങനെ മറന്നേ? ഇതൊന്നും അറിയായിട്ടല്ല, വെറുതെ ഊന്നിങ്ങനെ വളച്ചൊടിക്കുകയാണ്. അപ്പോൾ സംഭവം അന്ന് റൊണാൾഡോ കൂമാൻ കൃത്യമായിട്ട് തൻ്റെ പ്ലാനിൽ സുവാരസില്ല എന്ന് സുവാരസിനോട് പറയുന്നു. സുവാരസ് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ. സുവാരസിന് 1 വർഷം കൂടിയാണ് അന്ന് കോൺട്രാക്റ്റ് FC ബാഴ്സലോണയിലുള്ളതെന്ന കാര്യം ഓർക്കണം. അപ്പോൾ എങ്ങനെയും സുവാരസിനെ ഒഴിവാക്കണം. ആ ഒരു ഹൈ വേജസ് ഒക്കെ അങ്ങ് ക്ലിയർ ചെയ്തിട്ട് സ്ക്വാഡ് റിഫ്രഷ് ചെയ്യണം. സുവാരസിന് 1 കൊല്ലം മാത്രമാണ് കോൺട്രാക്റ്റ് ബാക്കിയുള്ളത്. ഈ സമയത്ത് സുവാരസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അല്ലേ. അപ്പോൾ സുവാരസ് യുവൻറ്റസിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു, ഇറ്റാലിയൻ ക്ലബിലേക്ക്. അന്ന് ആ ഇറ്റാലിയൻ പരീക്ഷ എഴുതിയതിൽ കോപ്പിയടി വിവാദവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓർമ്മ ഉണ്ടാവുമല്ലോ, ഈ കളി കൊല്ലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്തായാലും അന്ന് ഇറ്റാലിയൻ പാസ്പോർട്ട് ഇഷ്യൂവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ സംഭവിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു EU കോട്ട അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് ഉപയോഗിക്കണം നോൺ EU കോട്ട എന്നുള്ളത്, അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് സുവാരസിനെ കൊണ്ട് ഇറ്റാലിയൻ പാസ്പോർട്ട് എടുപ്പിക്കാനൊക്കെ ശ്രമിച്ചത്. അങ്ങനെ അത് അത്ര എളുപ്പത്തിൽ അവിടെ നടക്കാതെ അന്ന് പോവുകയും ആ ഡീല് നടക്കാതെ പോവുകയും ചെയ്തു. അങ്ങനെ അവസാന സമയമാകുന്നു. സുവാരസ് അവിടെ നിൽക്കും 1 വർഷം കൂടി. സാലറി വാങ്ങി അവിടെ നിൽക്കാൻ, കളിപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ ആകെ പ്രശ്നമാവും. 1 കൊല്ലം കൂടിയുള്ളേ. അത് കഴിഞ്ഞാൽ ആ ജനുവരി തന്നെ അദ്ദേഹത്തിന് മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷൻ നടത്താം. ബാഴ്സ ഉദ്ദേശിക്കുന്ന പോലെ പോവില്ല. അപ്പോൾ ആ ഘട്ടത്തിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് സുവാരസിനായിട്ട് രംഗത്ത് വരുന്നത്. എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കുന്ന രൂപത്തിൽ ബാഴ്സലോണ അന്ന് സുവാരസിനെ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് അന്ന് നമ്മുടെ ലെജൻഡ് സുവാരസിനെ അങ്ങോട്ട് കൊടുക്കുകയും അവർ ലീഗ് അടിക്കുകയൊക്കെ ചെയ്തതല്ലേ, ഇന്നിപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എന്താ തരാത്തതെന്നാണ് അല്ലേ. ഇതിൽ വേറെ കുറേ കോമഡികളുണ്ട്. ഇപ്പോൾ ചിലർ വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് ബാഴ്സക്ക് അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് എന്നാലും തരൂല, വേറെ ക്ലബിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ സമയം അതിക്രമിച്ചിരുത്തോ? അതാണ് അതിൻ്റെ കാര്യം. 1 വർഷം കൂടിയാണ് മാക്സിമം അവിടെ കോൺട്രാക്റ്റ് ഉള്ളൂ.
അദ്ദേഹം പോകുന്നില്ലെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് അടുത്ത കൊല്ലം അത്ലറ്റിക്കോ മാഡ്രിഡിനെ കൊണ്ടുപോകാം എന്നുള്ള അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കിയതാണ് എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അതല്ല ഇപ്പോൾ ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 2029 വരെ ഹുലിയൻ ആൽവാരസിന് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ വിഷയം ഇങ്ങനെ ഒരു ഭാഗത്ത് നന്മ മരം ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തു, മറ്റേ ഭാഗത്ത് ലോ ക്ലബ്ബ് മെൻറ്റാലിറ്റി ഇങ്ങോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല. അപ്പോൾ പറയും ഞാൻ മുമ്പ് അങ്ങോട്ട് ഡേവിഡ് വില്ലയെ കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കും. ഗ്രീസ്മാൻ ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. കഥകളൊക്കെ ആരും പറക്കാത്ത പോലെ അത് ഉണ്ട് എന്നുള്ളത് ഓർത്തു വെച്ചാൽ നന്നായി. അല്ലാതെ ഇവിടെ ഒരു ലോ ക്ലബ്ബ് മെൻറ്റാലിറ്റിയും മറ്റത് ഹൈ ക്ലബ്ബ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത് വേറെ എന്തൊക്കെയോ ചിന്തകൾ കൊണ്ടാണ്. അല്ലാതെ മറ്റൊരു ക്ലബ്ബിൽ നിൽക്കുന്ന താരത്തെ അതിനിടയിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരോപിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പുറത്തെ ക്ലബ്ബിൽ നിൽക്കുന്നവനെ ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ആകെയുള്ളൊരു കാര്യം ഹുലിയൻ ആൽവാരസിന് പോകണം, ബാഴ്സയിൽ പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ പോകാൻ ആഗ്രഹിക്കുന്നവനെ പിടിച്ചു വെക്കുന്നതിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് എന്ത് ഗുണമാണുള്ളത് എന്ന ചോദ്യം വരുന്നുണ്ട്. അതാണ് അതിൻ്റെ വഴി. എന്നല്ലാതെ നമ്മളങ്ങോട്ട് കൊടുത്തു അവിടുന്ന് അങ്ങോട്ട് തരുന്നില്ല, എന്തൊരു ലോ ക്ലബ്ബാണ് എന്നൊക്കെ പറയുന്നത് അതിത്തിരി തമാശയായി തോന്നി. കാരണം ചരിത്രം ഒന്ന് കൃത്യമായിട്ടൊന്ന് ഒന്നിങ്ങനെ ഒടിക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. പൊട്ടിയിട്ടില്ല, ഒടിക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.